ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 23. BJPയുടെ അന്തം വിട്ട നീക്കങ്ങൾ. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ BJP ഭയപ്പെടുന്നു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ മുന്നേറ്റമുണ്ടാകുമെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കളുടെ ഉള്ളിൽ ആശങ്കയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതി വ്യക്തമാക്കുന്നു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയതാണെന്ന് നേരത്തെ സുപ്രീം കോടതി നിരീക്ഷിച്ച കേസിലാണ് കൊടും കുറ്റവാളിയെ കൈകാര്യം ചെയ്യും വിധം കേജ്രിവാളിനെ പാതിരാത്രിയോടെ അറസ്റ്റ് ചെയ്തത്. 2021-22 ഡൽഹി സർക്കാരിൻ്റെ മദ്യനയം പുതുക്കിയപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് നേട്ടമായെന്നും അതിന് പ്രത്യുപകാരമായി 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചുവെന്നും ആരോപിച്ചുള്ള കേസിലാണ് അറസ്റ്റ്. കോഴയായി കൈമാറിയെന്ന് പറയുന്ന വൻതുക ആർക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികളായ CBIക്കും EDക്കും കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ അറസ്റ്റിലായി 1 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സുപ്രീം കോടതി വളരെ പ്രസക്തമായ പല ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. സിസോദിയ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കുറ്റം സ്ഥാപിക്കാനായിട്ടുണ്ടോ എന്ന് രാജ്യത്തെ പരമോന്നത കോടതി ആരാഞ്ഞു. മാപ്പുസാക്ഷികളുടെ പ്രസ്താവനകൾ മാത്രമാണ് കേസിന് ആധാരമെന്നും വിചാരണ വേളയിൽ പൊളിഞ്ഞു വീഴാവുന്ന ആരോപണങ്ങളാണെന്നും കഴിഞ്ഞ ഒക്ടോബറിൽ കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിനൊന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകനിൽ നിന്ന് മറുപടി ഉണ്ടായിട്ടില്ല. 5 മാസത്തിന് ശേഷം ഇതേ കേസിൽ കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന ശേഷം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED ഇലക്ഷൻ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നതെന്ന ആക്ഷേപത്തിന് ആവർത്തിച്ച് അടിവരയിടുന്നതാണ് ഈ സംഭവം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ED അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പ്രേരിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് കരുതാൻ കാരണങ്ങളുണ്ട്. നിർബന്ധിച്ചു വാങ്ങിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സോറനെ കേസിൽ കുടുക്കിയതെന്ന് പരാതികൾ ഉയർന്നിരുന്നു. സോറന്റെ പാർട്ടിയായ JMMനെ BJP പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് പ്രതികാര നീക്കം ഉണ്ടായത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരായി ED എടുത്ത കേസിൽ 95% 2014 ശേഷമാണ്. BJPയിലേക്ക് കൂറുമാറുകയോ NDAയിൽ ചേരുകയോ ചെയ്ത ഒട്ടേറെ നേതാക്കൾക്കെതിരായ അന്വേഷണം EDയും CBIയും ആദായ നികുതി വകുപ്പും നിർത്തിവച്ച അനുഭവവും രാജ്യത്തിന് മുന്നിലുണ്ട്. അശോക് ചവാൻ, അജിത് പവാർ, ഛഗൻ ഭുജ്ബൽ, ദിഗംബർ കാമത്ത്, സുവേന്ദു അധികാരി, ചന്ദ്രബാബു നായിഡു, നാരായൺ റാണെ തുടങ്ങിയവർ BJP പാളയത്തിൽ ചേക്കേറിയതോടെ വെളുപ്പിക്കപ്പെട്ടു. BJP വാഷിംഗ് മെഷീനായി മാറിയെന്ന രാഷ്ട്രീയ വിമർശനം തികച്ചും ശരിയായി മാറുന്നു. 2019 ലോക്സഭയിലേക്ക് 303 പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ BJPക്ക് ഇത്തവണ സീറ്റ് വൻതോതിൽ കുറയുമെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം നിർലജ്ജം വേട്ടയാടുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ സ്വന്തം മുഖം വികൃതമായതും BJPയെ അന്തം വിട്ട നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. പ്രതികളാക്കപ്പെടുന്നവരെ ദീർഘകാലം ജയിലിലിടാൻ EDക്ക് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. കള്ളപ്പണ നിരോധന നിയമത്തിലെ ജാമ്യം ഏതാണ്ട് അസാധ്യമാക്കുന്ന വ്യവസ്ഥയാണ് ഇതിന് വഴിയൊരുക്കുന്നത്. നിയമ സംവിധാനത്തെയും ജനാധിപത്യത്തെയും ചോദ്യം ചെയ്യുന്ന ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. നിയമ ഭേദഗതികൾ വഴി കേന്ദ്രം കിരാതമായ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചു. ഇതിനെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ EDയെ കയറൂരി വിട്ടിരിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരായി ഒന്നിച്ച് അണിനിരക്കേണ്ടതുണ്ട്.